നമസ്കാരം, ഞാൻ ഡോക്ടർ മുഹമ്മദ് സഹീദ്, യൂറോളജിസ്റ്റ്, അബുദാബി LLH ഹോസ്പിറ്റൽ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് റമദാനിൽ വെള്ളത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. ഒരു യൂറോളജിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും, നമ്മളുടെ ശരീരത്തിലെ ജലാംശം ഈ മാസങ്ങളിൽ നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, മൂത്രത്തിൽ പഴുപ്പ് പോലെയുള്ള മൂത്രസഞ്ചിയെ ബാധിക്കുന്ന അസുഖങ്ങൾ വരാതിരിക്കാനും, രണ്ടാമത്തേത് വൃക്കകളെ സംരക്ഷിക്കാനും, അതായത് കല്ല്, അങ്ങനത്തെ മൂത്രക്കല്ല് തുടങ്ങിയ അസുഖങ്ങൾ വരാതിരിക്കാനും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏകദേശം ഒരു 3-3.5 ലിറ്റർ വെള്ളം കഴിക്കാൻ താല്പര്യപ്പെടണം. ഏകദേശം 14 മണിക്കൂറോളം വെള്ളം കുടിക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ റംസാനിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ നോമ്പ് തുറന്നതിന് ശേഷം ഏകദേശം ഒരു 3 ലിറ്റർ വെള്ളം കഴിക്കാൻ ശ്രദ്ധിക്കണം. അതിൽ നാരങ്ങ വെള്ളം, ഓറഞ്ച് ജ്യൂസ്, ഏതൊരു പഴച്ചാറും വളരെ ഗുണകരമായിട്ട് വരും. അധികം ഉപ്പ് ചേർന്ന പാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അതേസമയം വെയിലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ കൂടുതലായിട്ട് അവരുടെ മൂത്രത്തിൻ്റെ കളർ നോക്കിയിട്ട് വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഏകദേശം നോമ്പ് തുറന്നതിന് ശേഷം ഓരോ മണിക്കൂറിലും ഒരു ഗ്ലാസ്, ഒരു 200 മില്ലി വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇതുവഴി നമുക്ക് വൃക്കകളെ സംരക്ഷിക്കാനും മൂത്രത്തിൻ്റെ ഉൽപ്പാദനം കൂട്ടാനും സഹായിക്കും. രണ്ടാമത്, മൂത്രസഞ്ചിയെ ബാധിക്കുന്ന മൂത്രത്തിൽ പഴുപ്പ് പോലെയുള്ള രോഗങ്ങൾ വരാതെ സംരക്ഷിക്കാനും സഹായിക്കുന്നതാണ്. ഭക്ഷണ രീതികളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അമിതമായി പ്രോട്ടീൻ ഉള്ള ഭക്ഷണങ്ങൾ ഈ മാസങ്ങളിൽ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അതായത് മാംസാഹാരങ്ങൾ, അതായത് പ്രത്യേകിച്ച് റെഡ് മീറ്റ്, ബീഫ്, മട്ടൺ പോലെയുള്ള റെഡ് മീറ്റ് മിതമായ അളവിൽ കഴിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഇത് കല്ലുകൾ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണ രീതിയാണ്. ശരീരത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് കൂട്ടാനും ഇത് കാരണമാകും. ഈ യൂറിക് ആസിഡ് കൂടുന്നത് വഴിയും വെള്ളത്തിൻ്റെ അളവ് കുറയുന്നത് വഴിയും, സമ്മർ ആയതുകൊണ്ട് നല്ല ചൂട് നിലനിൽക്കുന്നതുകൊണ്ട്, ഈ 3 കാരണങ്ങൾ കൊണ്ട് ശരീരത്തിൽ മൂത്രക്കല്ലുകൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മൂത്രാശയ രോഗങ്ങളും മൂത്രക്കല്ലുകളും മൂത്രത്തിൽ പഴുപ്പ് തുടങ്ങിയ അസുഖങ്ങളും കൂടുതലായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇവയൊന്നും വരാതെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും അമിതമായ മാംസാഹാരങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും.